ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ലോഗർ. എൻ്റെ പേര് സ്റ്റെഫി. നമ്മൾ കഴിഞ്ഞ ദിവസം എക്സസൈസ് 7.1 20th ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ. നമ്മൾ ഇനി 21st ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1/√(x) ഈസ്. അപ്പം ആൻറ്റി ഡെറിവേറ്റീവ് കുറച്ച് ഓപ്ഷൻസ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേതാണെന്ന് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി എന്താണ് ആൻറ്റി ഡെറിവേറ്റീവ്? ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവിൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സാണ് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. അതായത് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാ? ഇൻ്റഗ്രലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം, ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. നോക്കിക്കേ, നമുക്ക് അതായത് ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1/√(x) ഇൻ്റഗ്രലാണ് കാണേണ്ടത്. ഓക്കെ, അതായത് സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 1/√(x) dx ഇതാണ് കാണേണ്ടത്. ഇനി നമുക്ക് റൂട്ട് എക്സ് എങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? റൂട്ട് എ എന്ന് പറയുന്നതിനെ നമുക്ക് a⁻² എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതായത് റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? x⁻² എന്ന് എഴുതാം. അതായത് നമുക്ക് എങ്ങനെ വരാം? ഇൻ്റഗ്രൽ ഓഫ് x⁻² dx പ്ലസ് ഇനി 1/√(x) എങ്ങനെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നേ? താഴത്തെ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/x⁻² ആണ്. അപ്പോൾ ഈ x⁻² ന്യൂമറേറ്റർ വരുമ്പോൾ എന്ത് വരും? എക്സ്പോണന്റ് നെഗറ്റീവ് ആകും അല്ലേ. x⁻−1/2 dx എന്നാകും അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നോക്കാം. ഇനി എന്ത് ചെയ്യണം? x⁻n റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. അതായത് x⁻n എന്ന് പറയുന്നത് എന്തായിരുന്നു? x⁻n എന്ന് പറയുന്നത് x⁻n+1/n+1 അല്ലേ. അപ്പൊ ഇവിടെ n പ്ലേസിൽ ആരാണ്? ഇവിടെ 1/2ഉം ഇവിടെ ആരാ? -1/2 അല്ലേ. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്താലോ? നോക്കാം. അതായത് ഇന്റഗ്രൽ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ x⁻1/2 + 1/1/2 + 1 ഓക്കെ പ്ലസ് x⁻−1/2 + 1/−1/2 + 1 പ്ലസ് c. ഓക്കെ, ഇനി എന്താണ് 1/2 + 1 എന്താണ്? 1/2 + 1 എന്ത് വരും? ഇവിടെ 1/1 ആണ്. അപ്പോൾ 1 × 1 1, 2 × 1 2, അതായത് 1 + 2/2 ദാറ്റ് ഈസ് 3/2 വരും. അതായത് x⁻3/2/3/2 എന്ന് വരും അല്ലേ. ഇനി നമുക്ക് നോക്കാം. -1/2 + 1 എന്ത് വരും? -1 + 2/2 എന്ന് വരും അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ LCM എടുക്കുമ്പോൾ എന്ത് വരും? -1 + 2/2. അപ്പൊ എങ്ങനെ -1 + 2 ചെയ്യുന്ന എങ്ങനെ? ഡിഫറൻറ്റ് സൈനാ അല്ലേ. അപ്പൊ ഡിഫറൻസ് കാണണം. 2ന്റെയും 1ന്റെയും ഡിഫറൻസ് എത്രയാണ്? 1. ഗ്രേറ്റർ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2ന്റെ സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ 1ന്റെ സൈനും പോസിറ്റീവ് ആകും. അതായത് 1/2 എന്ന് വരും ആൻസർ. അതായത് x⁻1/2/1/2 പ്ലസ് c അല്ലേ. ഇനി നമുക്ക് ഈ 3/2 എന്ന് റെസിപ്രോക്കൽ ഇട്ടിടാം. 2/3 x⁻3/2 പ്ലസ് 2/1 x⁻1/2 പ്ലസ് c. അതായത് 2/1 എന്ന് പറഞ്ഞാൽ 2. അതായത് നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 2/3 x⁻3/2 പ്ലസ് 2x⁻1/2 പ്ലസ് c. അതാണ് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ആൻറ്റി ഡെറിവേറ്റീവ് കിട്ടിയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.